ഹായ് ഫ്രണ്ട്സ്, പവിത്രം സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രാധയാണെങ്കിൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീനയാണെങ്കിൽ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. സമയത്ത് നമ്മുടെ രാധ പറയുന്നുണ്ട്, ആണുങ്ങൾക്ക് മാത്രമല്ലല്ലോ വെള്ളം അടിക്കാൻ പറ്റുന്നത്, പെണ്ണുങ്ങൾക്കും ആവാം. പെണ്ണുങ്ങൾ സങ്കടം വന്നാൽ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കണം എന്നില്ലല്ലോ. ഞാൻ എൻ്റെ ബോധം അറിയുന്നത് വരെ ഇത് കുടിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വേദയുടെ അടുത്തേക്ക് വിക്രം ഭക്ഷണത്തിനായിട്ട് ചെല്ലാണ് കേട്ടോ. അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ വിക്രമാദിത്യന് ഭക്ഷണം വിളമ്പിത്തരാൻ ഇപ്പൊ അമ്മ ഇവിടെ നിൽക്കാറില്ലല്ലോ എന്നങ്ങ് ചോദിക്കാട്ടോ വേദ. എന്നിട്ട് പറയും, ഭക്ഷണം ഇതാ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ളത് എടുത്തു കഴിച്ചോ എന്ന് പറഞ്ഞ് വേദ അങ്ങ് പോകുന്ന നേരത്ത് അതും ഞാൻ എടുത്തു കഴിക്കണോ എന്നങ്ങ് ചോദിക്കാട്ടോ വിക്രം. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, എന്റെ ഈശ്വര, അവനവന് വേണ്ട ഭക്ഷണം എടുത്തു കഴിച്ചാൽ കയ്യിലെ തങ്കവള അങ്ങ് ഊരി പോവോ? അല്ലെങ്കിൽ ഈ ആണുങ്ങളുടെ അമ്മമാരെ പറഞ്ഞാൽ മതി, ചോറിൽ കുറച്ച് തൈര് ഒഴിച്ച് ആണുങ്ങളുടെ പിന്നാലെ നടന്ന് ബാ മോനെ ഇത് കഴിച്ചോ എന്ന് പറഞ്ഞ് നടക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, നിൽക്കാതെ എനിക്ക് ഭക്ഷണം വിളമ്പി തരാവോ? അല്ല, ഞാൻ വിളമ്പി തന്നാൽ വിക്രമാദിത്യൻ ചേട്ടൻ കഴിക്കത്തില്ലല്ലോ എന്ന് പറയട്ടോ വേദ. അതിപ്പോ കുഴപ്പമില്ല എന്ന് പറയണേ. ഓഹോ, ചിലപ്പോ കുഴപ്പമുണ്ട്, ചിലപ്പോ കുഴപ്പമില്ല, അതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറയട്ടോ വേദ. അത് പിന്നെ നീ ഇന്ന് വെച്ച് നീട്ടിയ ഭക്ഷണം ഞാൻ തട്ടിക്കളഞ്ഞില്ലേ, അതിനാ നിന്നോട് വിളമ്പി തരാൻ വേണ്ടിട്ട് പറഞ്ഞതെന്ന് പറയട്ടോ വിക്രം. ഓഹോ, പ്രായശ്ചിത്തം, അങ്ങനെയാണെങ്കിൽ ഞാൻ വിളമ്പി തരാന്ന് പറഞ്ഞിട്ട് വേദ വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വിക്രം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ വേദ പറയും, നിങ്ങൾ ഇന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ ഞാൻ അച്ഛമ്മയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അച്ഛമ്മയോടോ എന്ന് ചോദിക്കാട്ടോ വിക്രം. അതെ, അതിന് ഈ പ്രായശ്ചിത്തം മാത്രം പോരാ, ഫൈനും വാങ്ങിക്കണം എന്ന അച്ഛമ്മയുടെ വാദം. ഫൈനോ? അതെ, പൈസയായിട്ട് വേണ്ട, പക്ഷേ നാളെ എന്നെ ഒരിടം വരെ കൊണ്ടുപോകണം. എവിടത്തേക്കാ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഇപ്പം അറിയണ്ട, നാളത്തെ ഒരു ദിവസം എനിക്ക് വേണ്ടി മാറ്റി വെച്ചേക്ക് എന്നും പറഞ്ഞ് ഇനി ഭക്ഷണം വേണ്ടി വരില്ലല്ലോ ചോദിക്കുമ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, വേണ്ട, എങ്കിൽ പിന്നെ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. അതെ, ഭക്ഷണം വിളമ്പി തരാൻ മാത്രമേ എനിക്ക് കഴിയൂ, ഏച്ചിൽ പാത്രം കഴുകാനൊന്നും എന്നെ കിട്ടില്ല, അതുകൊണ്ട് അതൊക്കെ കഴുകി വെച്ചിട്ട് പോയാൽ മതി എന്ന് പറയണേ. അങ്ങനെ വേദ റൂമിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം വിക്രം പറയും, ഇവള് നാളെ ഏത് കുഴിയിലാണാവോ ചാടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നില്ല മനസ്സിൽ ഓർക്കുന്ന സമയത്ത് വേദ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, കുഴിയിലൊന്നും ചാടിക്കില്ല കേട്ടോ. ഈശ്വര, ഇതും കേൾക്കാൻ തുടങ്ങിയോന്ന് ചോദിക്കാട്ടോ വിക്രം. പിന്നെയും കാണിക്കുന്നത് നമ്മുടെ രാധയെയാണ്. അപ്പൊ ജീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വിക്രം ഒരു പാവാണ്, നല്ലവനാ എന്നങ്ങ് പറയുന്ന നേരത്തെ രാധ പറയും, നിനക്ക് നിന്റെ അമ്മയുടെ ഓപ്പറേഷന് അവളുടെ വള കട്ടെടുത്ത് തന്നതിനുള്ള സെന്റിമെന്റ്സ് കൊണ്ട് നിനക്കവൻ നല്ലവൻ, പക്ഷെ ദുഃഖം അനുഭവിച്ചത് ഞാനാ, അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല, അവൻ നല്ലവൻ, ഈ രാധ എല്ലാവർക്കും മോശം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും കുടിക്കുന്ന നേരത്തെ ജീന വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ജീനയെ അവിടെ തള്ളിയിടുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രാധയുടെ അമ്മ വന്നിട്ട് ഒരടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജീനയുടെ വണ്ടിയിലിട്ട് രാധയെ വീട്ടിലേക്ക് കൊണ്ടുവരാണ്. ആ സമയത്ത് രാധയുടെ അച്ഛൻ പറയും, ഇവളും വെള്ളം അടിച്ചോ? എടി മാലതി, ഞാൻ എന്താ കാണുന്നത്, ഇവള് വെള്ളം അടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനുഷ്യ കണ്ടാ മനസ്സിലാവില്ലേ? അപ്പോൾ അച്ഛൻ രാധയെ അടിക്കാൻ വേണ്ടിയിട്ട് കൈ പോകുമ്പോൾ തൊട്ടു പോകരുത്, അവൾക്കൊരു സങ്കടം വന്നപ്പോൾ അടിക്കാൻ പഠിപ്പിച്ചത് നിങ്ങൾ തന്നെയാ, എനിക്കൊരു പെൺകുട്ടി ഉണ്ടായപ്പോൾ ഞാൻ സമാധാനിച്ചിരുന്നു, നിങ്ങളെപ്പോലെ ഒരുത്തൻ ഈ വീട്ടിൽ ഇനി കാണില്ലല്ലോ എന്ന്, പക്ഷെ ആ സമാധാനം ഇതോടെ പോയി എന്നൊക്കെ പറഞ്ഞ് അവളെയും കൊണ്ട് റൂമിനുള്ളിലേക്ക് പോവാണ് കേട്ടോ. രാധയുടെ അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെടുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ വെച്ച് ജീന പറയുന്നുണ്ട്, വിക്രം വേദയെ കല്യാണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞതിന്റെ വിഷമത്തിലാണ് രാധ ഇങ്ങനെ ചെയ്തത് എന്നങ്ങനെ പറയുന്ന നേരത്തെ രാധയുടെ അമ്മ വിക്രത്തോട് പറഞ്ഞ ആ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കമല അങ്ങ് വന്നിട്ട് മോളെങ്ങോട്ടെങ്കിലും പോകാൻ ഒരുങ്ങാണോ, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ നന്ദിനി ആ ഭാഗത്ത് കൂടെ വരികയാണ് കേട്ടോ. അമ്മ ഇവളെ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുന്നില്ലേ? അതെന്തിനാ നന്ദിനി, ഞാൻ നിന്നോട് ചോദിക്കാറില്ലല്ലോ, പറയാൻ എനിക്ക് മനസ്സില്ല എന്ന് പറയട്ടോ വേദ. കണ്ടില്ല അമ്മ ഇവളുടെ അഹങ്കാരം, അതിലൊരു അഹങ്കാരത്തിന്റെ കാര്യമില്ല നന്ദിനി, ആ കുട്ടിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോയിട്ട് വരട്ടെ എന്ന് പറയട്ടോ കമല. അപ്പൊ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോ കമല ചോദിക്കുന്നുണ്ട്, നന്ദിനിക്ക് ഇപ്പൊ എന്താ അറിയണ്ടേ, വേദ എവിടേക്കാണ് പോകുന്നത് എന്നാണോ? എനിക്കൊന്നും അറിയണ്ട, ഒരു വീട്ടിൽ താമസിച്ചതുകൊണ്ട് എങ്ങോട്ടാണെന്ന് ഒന്ന് അത്രമാത്രം. എവിടേക്കെങ്കിലും പോയി എന്തെങ്കിലും സംഭവിച്ചാ നമ്മൾ പറയണ്ടേ എവിടേക്കാണ് പോയതെന്ന്, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയുമ്പോൾ കമല പറയും, നീ എന്തൊക്കെയാ നന്ദിനി പറയുന്നേ, ഒരിടത്തേക്ക് പോകുമ്പോഴാണോ ഇങ്ങനത്തെ വർത്താനം എന്നങ്ങ് ചോദിച്ച് കമല അങ്ങ് പോവാണ് കേട്ടോ. അതിന് ശേഷമാണെങ്കിൽ ഒന്ന് നിന്നെ, നീ അല്ലേ പറഞ്ഞ നിന്റെ വീട്ടുകാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് എന്ന് വേദയോട് ചോദിക്കുമ്പോൾ വേദ പറയും, അത് വീട്ടുകാരല്ലേ, വിക്രത്തിന്റെ കൂടെ പോകാൻ കിട്ടിയ ഒരു അവസരം ഞാനായിട്ട് മുടക്കുന്നത് എന്തിനാ, വീട്ടുകാർക്ക് ഇനിയും വരാലോ എന്നങ്ങ് പറഞ്ഞ് നന്ദിനിയുടെ മുന്നിൽ കൂടെ നമ്മുടെ വേദ വിക്രമിന്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ വിക്രത്തിന്റെ അടുത്ത് എത്തുമ്പോൾ വിക്രം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആഹാ, പെട്ടെന്ന് റെഡി ആയല്ലോ, എങ്കിൽ പിന്നെ നമുക്ക് പോയാലോ എന്നങ്ങ് ചോദിക്കുന്ന നേരത്തെ വിക്രം പറയുന്നുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് പോവാം. അയ്യോ, നമുക്ക് ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാനേ, ഞാൻ അമ്മയോടും നന്ദിനി അടുത്തിയോടും അങ്ങനെയാ പറഞ്ഞത്, ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിന്നാൽ അവരൊക്കെ എന്നെ കളിയാക്കും എന്നങ്ങ് പറയുന്ന നേരത്തെ വിക്രം
വേദയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയും, എങ്കിൽ പിന്നെ പോകുന്ന സ്ഥലം എവിടെയാണെന്നൊന്ന് പറ. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം, എങ്കിൽ നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ വിക്രം അങ്ങ് നടക്കുകയാണേ. അതെ, നമുക്ക് ബൈക്കിൽ പോകണ്ട, ഞാനൊരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വരാം, എന്നിട്ട് പോവാം എന്നങ്ങ് പറയുന്ന നേരത്തെ നമ്മുടെ വിക്രം സമ്മതിച്ചു കൊടുക്കാൻ കേട്ടോ. ഇതൊക്കെ നമ്മുടെ നന്ദിനി ആണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വിക്രം മുന്നിൽ നടക്കുന്ന നേരത്ത് നന്ദിനിയെ കാണുമ്പോൾ നമ്മുടെ വേദയും ഒപ്പത്തിനൊപ്പം ചേർന്ന് നടക്കുകയാണ് കേട്ടോ. ഏയ് ഇതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ, നിൽക്കെന്റെ വിക്രമാദിത്യ, നമുക്ക് ഇങ്ങനെ നടക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ നന്ദിനിയെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ വേദ.